അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷൻ കഴിഞ്ഞത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിന്ന് ഒന്നും കൂടെ കയറുന്നതാണ് ഏത് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് വെർ സോഫ്റ്റ്വെയർ മൊഡ്യൂൾസ് ആർ ഇൻ്റഗ്രേറ്റഡ് ലോജിക്കലി ആൻഡ് ടെസ്റ്റഡ് ആസ് എ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്തത് ഓരോ മൊഡ്യൂൾസ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാ മൊഡ്യൂൾസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിങ്ങിനെയാണ് എന്തെന്ന് പറയുക, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയാം. A typical software project consists of multiple software modules coded by different programmers. അപ്പോൾ ഒരു വലിയ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം ആ സോഫ്റ്റ്വെയറിന് എന്തുണ്ടാവും, മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഉണ്ടാവും. അതും ഓരോ മൊഡ്യൂൾ ചെയ്തത് പല ടീം ഓഫ് പ്രോഗ്രാമേഴ്സുമായിരിക്കും. വലിയ പ്രൊജക്റ്റിന് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഫോക്കസസ് ഓൺ ചെക്കിംഗ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എമംഗ് ദീസ് മൊഡ്യൂൾസ്. അപ്പോൾ ഈ മൊഡ്യൂൾസുകളിൽ തമ്മിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേറൊരു ടേമും കൂടെ ഉണ്ട്, INT, ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്നും കൂടെ പറയാറുണ്ട്. അതായത് ചേർത്തിട്ട് ടെസ്റ്റ് ചെയ്യുക. Integration testing is conducted to evaluate the compliance of a system or component with a specified functional requirements. ഈ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും ഇതിലുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും കൂടിയാണ് എന്ത്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് എല്ലാ ടെസ്റ്റിങ്ങിൻ്റെയും ഭാഗമായിട്ട് വരുന്നതാട്ടോ. ഇറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ യൂണിറ്റ് ടെസ്റ്റിംഗ് ആൻഡ് ബിഫോർ വാലിഡേഷൻ ടെസ്റ്റിംഗ്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിങ്ങിൻ്റെ ശേഷവും വാലിഡേഷൻ ടെസ്റ്റിങ്ങിൻ്റെ മുന്നേയുമായിട്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് എന്ത്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ടേക്സ് ആസ് ഇറ്റ്സ് ഇൻപുട്ട് മൊഡ്യൂൾസ് ദാറ്റ് ഹാവ് ബീൻ യൂണിറ്റ് ടെസ്റ്റഡ്. അപ്പോൾ യൂണിറ്റായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾസിനെ എന്ത് ചെയ്യും, ഇൻപുട്ടായിട്ട് ആരാണ് എടുക്കുന്നത്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവരെ മൊത്തം ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് കിട്ടും. ആ വലിയ ഗ്രൂപ്പിനനുസരിച്ചുള്ള ടെസ്റ്റ് കണ്ടീഷൻസ് ചെയ്തും ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ടായിട്ട് എടുക്കും. ഡെലിവേഴ്സ് ആസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ദ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം റെഡി ഫോർ സിസ്റ്റം ടെസ്റ്റിംഗ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടാണ് പിന്നീട് സിസ്റ്റം ടെസ്റ്റിങ്ങിലേക്കുള്ള ഇൻപുട്ടായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ടെസ്റ്റിംഗ് ഉണ്ട്. മെയിൻ കാറ്റഗറി നമ്മൾ പറഞ്ഞില്ലേ, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഉണ്ട്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഉണ്ട്, ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഏത് ടെസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സുകളും നമുക്ക് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഈ ഒരു ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത് ഏതിനെയാണ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെയാണ്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഫോക്കസസ് ഓൺ ദ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ. നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിനെ ഫോക്കസ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ്. ദ സ്ട്രക്ചർ ഓഫ് ദ പ്രോഗ്രാം ഈസ് നോട്ട് കൺസിഡേർഡ്. ആ പ്രോഗ്രാം എങ്ങനെ എഴുതി എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതിൻ്റെ ഫങ്ഷൻസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റിക്വയർമെൻറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ടെസ്റ്റ് കേസസ് ആർ ഡിസൈഡഡ് സോളിലി ഓൺ ദ ബേസിസ് ഓഫ് ദ റിക്വയർമെൻറ്റ്സ് ഓർ സ്പെസിഫിക്കേഷൻസ് ഓഫ് ദ പ്രോഗ്രാം ഓർ മൊഡ്യൂൾ. ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിൻ്റെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ ഇൻറ്റേർണൽ മൊഡ്യൂള്, പ്രോഗ്രാമിൻ്റെ ഇൻറ്റേർണൽ സെക്ഷൻസ് ഒന്നും എന്തിൽ ചെയ്യുന്നില്ല, ഇതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിങ്ങിന് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ദ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, ദ ടെസ്റ്റർ ഓൺലി നോസ് ദ ഇൻപുട്സ് ദാറ്റ് ക്യാൻ ബി ഗിവൻ ടു ദ സിസ്റ്റം ആൻഡ് വാട്ട് ദ ഔട്ട്പുട്ട് സിസ്റ്റം ഷുഡ് ഗിവ്. അപ്പോൾ ഇതിൽ ടെസ്റ്റർക്ക് എന്താ അറിയുക വെച്ചാൽ എന്താണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്നാണ്. അതിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവും. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഈ ഇൻപുട്ട് പോയിട്ട് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, ഡാറ്റ ഫ്ലോ ഉണ്ടോ, പിന്നെ ബാക്കിയുള്ള ബ്രാഞ്ചിങ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഏതിൽ, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ. The basis for designing test cases in black box testing is the requirements or specification. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടെസ്റ്റിങ്ങിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, എന്താണ്, ഫങ്ഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ടെസ്റ്റിംഗ് എന്നും കൂടെ പറയും. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു 2 അപ്രോച്ചസ് ആണ് ഇവിടെ ഫസ്റ്റ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. 2 അപ്രോച്ചസ് ആണ്. ഒന്ന് ഇക്വാലൻസ് ക്ലാസ് പാർട്ടീഷനിങ്ങും രണ്ടാമത്തേത് ബൗണ്ടറി വാല്യൂ അനാലിസിസും. അപ്പോൾ ഇക്വാലൻസ് ക്ലാസ് പാർട്ടീഷനിങ് എന്താ നോക്കാം. Equivalence class partitioning divides the input data of a software unit into partitions of equivalent data from which test cases can be derived. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻപുട്ടുകളൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുമല്ലോ. ഈ ഇൻപുട്ടുകളൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഇക്വാലൻ്റ് ഡാറ്റ പാർട്ടീഷൻ ചെയ്യുക. അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് ആക്കുക എന്ന് പറയില്ലേ, പാർട്ടീഷൻ ചെയ്യാറുണ്ട്, എന്താ തുല്യമാക്കുക.
അതാണ്. അപ്പോൾ ഈ ഇൻപുട്ട് സോഫ്റ്റ്വെയറിൻ്റെ ഇൻപുട്ട് ഡാറ്റനെയൊക്കെ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ഇൻ ടു പാർട്ടീഷൻസ് ഓഫ് ഇക്വാലൻ്റ് ഡാറ്റ, അതായത് ഒരേപോലത്തെ ഡാറ്റ ആയിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ടെസ്റ്റ് കേസസ് അതിനനുസരിച്ച് ഡിറൈവ് ചെയ്തെടുക്കുന്ന ടെസ്റ്റിങ്ങിനെയാണ് ഇക്വാലൻസ് ക്ലാസ് പാർട്ടീഷനിങ് എന്ന് പറയുക. ഇൻ പ്രിൻസിപ്പിൾ ടെസ്റ്റ് കേസസ് ആർ ഡിസൈൻഡ് ടു കവർ ഈച്ച് പാർട്ടീഷൻ അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പോൾ നമ്മളിങ്ങനെ ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതിന് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ ഓരോ പാർട്ടീഷനും നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുറച്ച് ടെസ്റ്റ് കേസസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓരോ പാർട്ടീഷനെയും എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് കേസസ് ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്രയും ചെക്കിങ് നടക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ ഇൻപുട്ട് ഈ സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചൊക്കെയുള്ള ടെസ്റ്റ് കേസസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഓരോ പാർട്ടീഷനും എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് കേസസ് ചെക്കിങ് വരുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. The equivalence partitions are usually derived from the requirement specification for input attributes. അപ്പോൾ equivalence partitions ഡിറൈവ് ചെയ്ത് വരുന്നത് ഏതെന്നാണ്, അതായത് ഈ ഒരു റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻസ് ആണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ പറയാമെന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻപുട്ടുകൾ കൊടുക്കുക, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്നത്. An equivalence class represents a set of valid or invalid states for input conditions. അപ്പോൾ ഇക്വാലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൽ സെറ്റ് ഓഫ് വാലിഡ് ആയിട്ടുള്ളയും ഇൻവാലിഡ് ആയിട്ടുള്ളയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും ഈ ഇൻപുട്ടിനനുസരിച്ച്. വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൊടുക്കണം, ഇൻവാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൊടുക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എറർ കിട്ടരുത് എന്നുള്ള രീതിയിലല്ല നമ്മൾ ടെസ്റ്റ് കേസ് എഴുതേണ്ടത്, എറർ ഡിറ്റക്റ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് വേണം എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് കേസ് എഴുതാൻ. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൊടുക്കേണ്ടി വരും, ഇൻവാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൊടുക്കേണ്ടി വരും. ടിപ്പിക്കലി ആൻ ഇൻപുട്ട് കണ്ടീഷൻ ഈസ് ഐദർ എ സ്പെസിഫിക് ന്യൂമറിക് വാല്യൂ. അപ്പോൾ ഈ ഇൻപുട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക് വാല്യൂ ആവാം, അല്ലെങ്കിൽ റേഞ്ച് ഓഫ് വാല്യൂസ് ആവാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് റിലേറ്റഡ് വാല്യൂസ് ആവാം, അല്ലെങ്കിൽ ബൂളിയൻ കണ്ടീഷൻസ് ആവാം. അപ്പോൾ എന്തും ആവാം. അതായത് നമ്മൾ ഈ കസ്റ്റമർ പറഞ്ഞ രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആകുമ്പോൾ നമ്മൾ ഇതിൽ ഏത് ഇൻപുട്ട് കൊടുത്താലാണ് ആ ഒരു പറഞ്ഞ ഫീച്ചേഴ്സും റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഏത് ഇൻപുട്ട് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഓരോരുത്തരും പറഞ്ഞ അതായത് റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നമ്മൾ ഇൻപുട്ട് കൊടുക്കാം. അത് ഇൻറ്റിജർ വാല്യൂ അല്ലെങ്കിൽ ബൂളിയൻ വാല്യൂ എന്തും ആവാം. അപ്പോൾ അതാണ് എന്ത് ഇൻപുട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇക്വാലൻസ് ക്ലാസ് മേ ബി ഡിഫൈൻഡ് അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് ഗൈഡ് ലൈൻസ്. അപ്പോൾ അതിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ താഴെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ആൻ ഇൻപുട്ട് കണ്ടീഷൻ സ്പെസിഫൈസ് എ റേഞ്ച്, 1 വാലിഡ് ആൻഡ് 2 ഇൻവാലിഡ് ഇക്വാലൻറ്റ് ക്ലാസ്സസ് ആർ ഡിഫൈൻഡ്. അപ്പോൾ ഇൻപുട്ട് കണ്ടീഷൻ ഒരു റേഞ്ച് ആണെങ്കിൽ, ഒരു പ്രത്യേക റേഞ്ച് ഇന്നത് മുതൽ ഇന്നത് വരെയാണ് എന്നുള്ളൊരു റേഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു വാലിഡ് സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കണം, അതേപോലെ 2 ഇൻവാലിഡ് ഇക്വാലൻസ് ക്ലാസ്സും ഡിഫൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതായത് വാലിഡ് ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടും നമ്മൾ ടെസ്റ്റ് കേസസ് ഉണ്ടാക്കണം, 2 ഇൻവാലിഡ് ആയിട്ടുള്ള ഇക്വാലൻറ്റ് ക്ലാസ് വെച്ചിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഇഫ് ആൻ ഇൻപുട്ട് കണ്ടീഷൻ റിക്വയർസ് എ സ്പെസിഫിക് വാല്യൂ, ഇനി നമ്മൾ ഇൻപുട്ട് കണ്ടീഷന് ഒരു സ്പെസിഫിക് വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ 1 വാലിഡ് ആൻഡ് 2 ഇൻവാലിഡ് ഇക്വാലൻറ്റ് ക്ലാസ്സസ് ആർ ഡിഫൈൻഡ്. അവിടെ എന്ത് ചെയ്യുക, ഒരു വാലിഡും 2 ഇൻവാലിഡ് ആയിട്ടുള്ള ഇക്വാലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്യണം. ഇഫ് ആൻ ഇൻപുട്ട് കണ്ടീഷൻ സ്പെസിഫൈസ് എ മെമ്പർ ഓഫ് എ സെറ്റ്, ഒരു സെറ്റിലെ ഒരു മെമ്പറിനെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എങ്കിൽ 1 വാലിഡ് ആൻഡ് 1 ഇൻവാലിഡ് ഇക്വാലൻസ് ക്ലാസ് ആർ ഡിഫൈൻഡ്. അവിടെ ഓരോന്നിച്ച് എന്ത് ചെയ്താൽ മതി, ഇക്വാലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്താൽ മതി. ഇഫ് ആൻ ഇൻപുട്ട് കണ്ടീഷൻ ഈസ് ബൂളിയൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ട്രൂ ഓർ ഫാൾസ് പോലെ. അപ്പോൾ അതെന്താണ്, 1 വാലിഡ് ആൻഡ് 1 ഇൻവാലിഡ് ക്ലാസ് ആർ ഡിഫൈൻഡ്. അവിടെ ഒരു വാലിഡും ഒരു ഇൻവാലിഡ് ക്ലാസ്സും എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം എന്നതാണ് പറഞ്ഞത്. Thus an equivalence class is formed of the inputs for which the behavior of the system is specified or expected to be similar. അപ്പോൾ ഇക്വാലൻസ് ക്ലാസ് ഫോം ചെയ്യുന്നത് എന്താണ്, നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഈ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇക്വാലൻസ് ക്ലാസ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഈച്ച് ഗ്രൂപ്പ് ഓഫ് ഇൻപുട്സ് ഫോർ വിച്ച് ദ ബിഹേവിയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് സെപ്പറേറ്റ് ഇക്വാലൻസ് ക്ലാസ്. അപ്പോൾ നോക്കുക, അപ്പോൾ നമുക്ക് ഓരോ ഗ്രൂപ്പ് ഓഫ് ഇൻപുട്ടിനും ഒരേപോലെ ആയിരിക്കില്ല എന്ത് വരിക, നമ്മൾ എക്സ്പെക്റ്റഡ് ബിഹേവിയർ, അതായത് കിട്ടുന്ന ബിഹേവിയർ വരിക, അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ഇക്വാലൻസ് ക്ലാസ് എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് എ മൊഡ്യൂൾ ദാറ്റ് ഡിറ്റർമൈൻസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഫോർ ഇൻഡിജേഴ്സ് സ്പെസിഫൈ 1 ബിഹേവിയർ ഫോർ പോസിറ്റീവ് ഇൻഡിജർ ആൻഡ് അനദർ ഫോർ നെഗറ്റീവ് ഇൻഡിജർ. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ
ഒരു ഇൻറ്റിജറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാനുള്ള സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് നമ്പർ കൊടുത്താൽ അതിന് വേറൊരു ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക, നെഗറ്റീവ് നമ്പർ കൊടുത്താൽ വേറൊരു ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, വി വിൽ ഫോം 2 ഇക്വാലൻറ്റ് ക്ലാസ്. നമ്മൾ 2 ഇക്വാലൻറ്റ് ക്ലാസ് ഫോം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ബിഹേവിയർ റെപ്രസെൻറ്റ് ചെയ്യാനും മറ്റേത് നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ബിഹേവിയർ കൺസിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് 2 ഇൻറ്റിജേഴ്സ് ക്ലാസ് എന്ത് ചെയ്യണം, നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ഇക്വാലൻസ് ക്ലാസ് പാർട്ടീഷനിങ്ങിൽ പറയുന്നത്. അടുത്തത് പറയുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആണ്. ബൗണ്ടറി വാല്യൂ നമ്മൾ നേരത്തെ നമ്മളെ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലാണ് ബൗണ്ടറി ടെസ്റ്റിംഗ് വരിക. ഈവൻ നമ്മൾ ചില കണ്ടീഷനിൽ അതും കൂടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബൗണ്ടറീസിലാണ് വാല്യൂ എറേഴ്സ് വരാനുള്ള ചാൻസ് എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. It is generally observed that a greater number of errors tends to occur at the boundaries of the input domain rather than in the center. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് ഡൊമൈനിൽ എറേഴ്സ് സെൻറ്റർ ഭാഗത്ത് വരുന്നതിൽ കൂടുതലായിരിക്കും ഈ ബൗണ്ടറിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടാവുക. അതായത് തുടക്കത്തിലുള്ള വാല്യൂ, ലാസ്റ്റ് എൻഡിങ്ങിലുള്ള വാല്യൂ, അവിടെയൊക്കെയാണ് പൊതുവെ എറേഴ്സ് കൂടുതൽ വരാനുള്ള പോസിബിലിറ്റി. It is for this reason that boundary value analysis has been developed as a testing technique. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ടെസ്റ്റിംഗ് ടെക്നിക്കാണ് എന്ത്, ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ബൗണ്ടറി വാല്യൂ അനാലിസിസ് ലീഡ്സ് ടു എ സെലക്ഷൻ ഓഫ് ടെസ്റ്റ് കേസസ് ദാറ്റ് എക്സസൈസ് ബൗണ്ടിങ് വാല്യൂസ്. അപ്പോൾ ഈ ടെസ്റ്റ് കേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബൗണ്ടറി റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ എറേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റിംഗ് നടത്തുന്നത്. ബൗണ്ടറി വാല്യൂ അനാലിസിസ് ഈസ് എ ടെസ്റ്റ് കേസ് ഡിസൈൻ ടെക്നിക് ദാറ്റ് കോംപ്ലിമെൻറ്റ്സ് ഇക്വാലൻസ് പാർട്ടീഷനിങ് റാദർ ദാൻ സെലക്ടിങ് എനി എലമെൻറ്റ് ഓഫ് ആൻ ഇക്വാലൻസ് ക്ലാസ്. ബൗണ്ടറി വാല്യൂ അനാലിസിസ് ലീഡ്സ് ടു ദ സെലക്ഷൻ ഓഫ് ടെസ്റ്റ് കേസസ് അറ്റ് ദ എഡ്ജസ് ഓഫ് ദി ക്ലാസ്. അപ്പോൾ ഇക്വാലൻസിലുള്ള പോലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യുക എന്നതല്ല. കാരണം അവിടെ നമുക്ക് ഇൻപുട്ട് ഏതെങ്കിലും ഒരു ഇതിനെ സെലക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ബൗണ്ടറി വാല്യൂ അനാലിസിസിൽ സെലക്ട് ചെയ്യുന്നത് ഈ ക്ലാസിൻ്റെ എഡ്ജിലുള്ള വാല്യൂസിനായിരിക്കും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യേണ്ടത്. Rather than focusing solely on input condition, boundary value analysis derives test cases from the output domain as well. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് കണ്ടീഷനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ബൗണ്ടറി വാല്യൂ എന്ത് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വാല്യൂസിനെ വരെ ടെസ്റ്റ് കേസസ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് വരെ ഏതിലുണ്ട്, ബൗണ്ടറി വാല്യൂ അനാലിസിസിൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇഫ് ആൻ ഇൻപുട്ട് കണ്ടീഷൻ സ്പെസിഫൈസ് എ റേഞ്ച് ബൗണ്ടഡ് ബൈ വാല്യൂസ് എ ആൻഡ് ബി, ടെസ്റ്റ് കേസസ് ഷുഡ് ബി ഡിസൈൻഡ് വിത്ത് വാല്യൂസ് എ ആൻഡ് ബി ആൻഡ് ജസ്റ്റ് എബവ് ആൻഡ് ജസ്റ്റ് ബിലോ എ ആൻഡ് ബി. ഇപ്പം ഒരു റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് കണ്ടീഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ റേഞ്ചിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എ എന്ന വാല്യൂവും എൻഡ് എന്ന് പറയുന്നത് ബി എന്ന വാല്യൂ ആണെങ്കിൽ നമ്മൾ ഈ ബൗണ്ടറി വാല്യൂ അനാലിസിസിൽ നമ്മൾ ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യേണ്ടത് എ എന്ന വാല്യൂവിനെ വെച്ചിട്ടും ബി എന്ന വാല്യൂവിനെ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ തൊട്ട് ബാക്കിലുള്ള അല്ലെങ്കിൽ തൊട്ട് എബോവ് ഓർ ബിലോ ഉള്ള വാല്യൂ അല്ലെങ്കിൽ ബീൻ്റെ തൊട്ട് എബോവ് ഓർ ബിലോ ഉള്ള വാല്യൂ ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അതായത് ആ എൻഡ് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിങ് ചെയ്യേണ്ടത്. പിന്നെ ഇഫ് ആൻ ഇൻപുട്ട് കണ്ടീഷൻ സ്പെസിഫൈസ് എ നമ്പർ ഓഫ് വാല്യൂസ്, ടെസ്റ്റ് കേസസ് ഷുഡ് ബി ഡെവലപ്ഡ് ദാറ്റ് എക്സസൈസ് ദ മിനിമം ആൻഡ് മാക്സിമം നമ്പേഴ്സ്. ഇനിയിപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂ ഏതാണ്, ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ ഏതാണ്, അത് രണ്ടും വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. വാല്യൂസ് ജസ്റ്റ് എബോവ് ആൻഡ് ബിലോ മിനിമം ആൻഡ് മാക്സിമം ആർ ഓൾസോ ടെസ്റ്റഡ്. അപ്പോൾ ഈ മിനിമം വാല്യൂവിൻ്റെ തൊട്ട് മുകളിലും താഴെയുള്ളൂ മാക്സിമം വാല്യൂവിൻ്റെ തൊട്ട് മുകളിലും താഴെയിലൊക്കെ ആയിട്ട് വരുന്ന ഉണ്ടെങ്കിൽ, അതായത് മിനിമത്തിൻ്റെ തൊട്ട് ബാക്കിൽ മാക്സിമത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്ന വാല്യൂസൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് കേസസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അപ്ലൈ ഗൈഡ് ലൈൻസ് 1 and 2 ടു ഔട്ട്പുട്ട് കണ്ടീഷൻസ്. ഇതേ കാര്യം നമുക്ക് എന്തും ചെയ്യാം, ഔട്ട്പുട്ട് കണ്ടീഷൻസിലും കൊടുക്കാം. അതായത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അസ്യൂം ദാറ്റ് എ ടെമ്പറേച്ചർ വേഴ്സസ് പ്രഷർ ടേബിൾ ഈസ് റിക്വയർഡ് ആസ് ഔട്ട്പുട്ട് ഫ്രം ആൻ എഞ്ചിനീയറിംഗ് അനാലിസിസ് പ്രോഗ്രാം. ഒരു എഞ്ചിനീയറിംഗ് അനാലിസിസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേഴ്സസ് പ്രഷർ ടേബിളാണ്. അതിൽ രണ്ടും കാണിക്കുന്നുണ്ടാവും. ടെസ്റ്റ് കേസസ് ഷുഡ് ബി ഡിസൈൻഡ് ടു ക്രിയേറ്റ് ആൻ ഔട്ട്പുട്ട് റിപ്പോർട്ട് ദാറ്റ് പ്രൊഡ്യൂസസ് ദ മാക്സിമം അലോവബിൾ നമ്പർ ഓഫ് ടേബിൾ എൻട്രീസ്. അപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് കേസസ് ഔട്ട്പുട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റിപ്പോർട്ട് എങ്ങനെ ആയിരിക്കണം വെച്ചാൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം അലോവബിൾ നമ്പർ ഓഫ് ടേബിളിൽ ഉള്ള എൻട്രീസ് എത്രയായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക,
നമ്മൾ അതിനനുസരിച്ച് വേണം ടെസ്റ്റ് കേസസ് ഡിറൈവ് ചെയ്യാൻ. എത്രത്തോളം എൻട്രീസ് ഇതിലേക്ക് വരാം. അപ്പം അതേപോലെ തന്നെ നമുക്ക് ഈ വാല്യൂസും എന്ത് ചെയ്യാം, അതിവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. വാല്യൂസും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരാളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ എന്നുള്ളതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടല്ലേ. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് കേസസ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാം അങ്ങനെ തന്നെയാണോ എന്നുള്ളതൊക്കെ. പിന്നെ ഇഫ് ആൻ ഇൻറ്റേർണൽ പ്രോഗ്രാം ഡാറ്റ സ്ട്രക്ചേഴ്സ് ഹാവ് പ്രിസ്ക്രൈബ്ഡ് ബൗണ്ടറീസ് ആൻ അറേ ഹാസ് എ ഡിഫൈൻഡ് ലിമിറ്റ് ഓഫ് 100 എൻട്രീസ്. അപ്പോൾ ഇതുപോലെ അറേ പോലത്തെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് എങ്കിൽ ബി സെർട്ടൈൻ ടു ഡിസൈൻ എ ടെസ്റ്റ് കേസ് ടു എക്സസൈസ് ദ ഡാറ്റ സ്ട്രക്ചർ അറ്റ് ഇസ് ബൗണ്ടറി. അപ്പോൾ ആ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ബൗണ്ടറിയിൽ വരുന്ന രീതിയിലുള്ള ടെസ്റ്റ് കേസസ് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ വേറെ ഇപ്പോൾ ഇത്രയാണ് എന്ത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അടുത്തത് പറയുന്നത് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് ആണ്. ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെയും വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ന് പറയാം. പിന്നെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദ ഐറ്റം ബീങ് ടെസ്റ്റഡ് ഈസ് അൺനോൺ ടു ദ ടെസ്റ്റർ. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ നമുക്കറിയാം ഇൻറ്റേർണൽ സ്ട്രക്ചർ ടെസ്റ്റർക്ക് അറിയില്ല. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ ടെസ്റ്റർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇൻ ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ ഈസ് പാർഷ്യലി നോൺ. ഗ്രേ ബോക്സ് ടെസ്റ്റിങ്ങിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ത് ചെയ്യും, ടെസ്റ്റർക്ക് പാർഷ്യലി അറിയുന്നുണ്ടാവും. അതായത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് വരിക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് ഇൻവോൾവ്സ് ഹാവിങ് ആക്സസ് ടു ഇൻറ്റേർണൽ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം ഫോർ പർപ്പസ് ഓഫ് ഡിസൈനിങ് ദ ടെസ്റ്റ് കേസസ് ബട്ട് ടെസ്റ്റിംഗ് അറ്റ് ദ യൂസർ ഓർ ബ്ലാക്ക് ബോക്സ് ലെവൽ. അപ്പോൾ ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സ് ലെവൽ ടെസ്റ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും ഡാറ്റ സ്ട്രക്ചറും അൽഗോരിതം ഒക്കെ ആർക്കറിയാം, ഇയാൾക്ക് അറിയുന്നുണ്ടാവും, ടെസ്റ്റർക്ക് അറിയുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനെയാണ് എന്തെന്ന് പറയുക, ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് വുഡ് ബി വെൻ ദ കോഡ്സ് ഫോർ 2 യൂണിറ്റ്സ് ഓർ മൊഡ്യൂൾസ് ആർ സ്റ്റഡീഡ്. അപ്പോൾ 2 യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിൻ്റെ ഒക്കെ കോഡ് നമ്മൾ പഠിച്ചു. അതെന്താണ്, കോഡ് പഠിക്കുക പറഞ്ഞാൽ അത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് മെത്തേഡാണ്, ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താ ചെയ്യുന്നത്, ആക്ച്വൽ ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് യൂസിങ് ദ എക്സ്പോസ്ഡ് ഇൻ്റർഫേസസ്. ഒറിജിനൽ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഫങ്ഷനാലിറ്റീസ് വെച്ചിട്ടാണ്. അപ്പോൾ അതെന്താണ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ടെസ്റ്റ് കേസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂണിറ്റ് പാർഷ്യലി നമ്മൾ കോഡ് പഠിച്ചും ചെയ്തു, എന്നാൽ ടെസ്റ്റിംഗ് ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മെത്തേഡും കൂടെയാണ്. അപ്പോൾ രണ്ടും ചേർന്നപ്പോൾ അതെന്തായി, ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് ആയിട്ട് മാറി. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മൾ ഗ്രേ ബോക്സ് ടെസ്റ്റിങ്ങിൽ പറയുന്നത്.